പഠിച്ച പാഠങ്ങളൊന്നും ചോദ്യപേപ്പറിൽ വരാത്ത പരീക്ഷയാണ് തെരഞ്ഞെടുപ്പ്. ജനാധിപത്യത്തിന്റെ സർഗാത്മകമായ ഈ ജനാധിപത്യ ഉത്സവത്തിലേക്ക്, സമഗ്രമായ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജനൻ ടിവിയുടെ മഹാഭാരതത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദയപൂർവമായ സ്വാഗതം. തെരഞ്ഞെടുപ്പ് വാർത്തകൾ നമുക്ക് എത്താം. അതിൽക്കാട്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വയനാട് വെറ്റിനറി സർവകലാശാലയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണ സംഘം കേരളത്തിലെത്തിയിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ വിജ്ഞാപനത്തിനു പിന്നാലെയാണ് CBI സംഘം കേരളത്തിലെത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? ഏതായാലും സിദ്ധാർത്ഥന്റെ പിതാവും കുടുംബവും എന്താണോ ആഗ്രഹിച്ചിരുന്നത് അതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. CBI അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു. ഇനി ഏതായാലും CBI സംഘം തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പ്രാഥമിക അന്വേഷണത്തിനായി CBI സംഘം കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയത്. ഇന്ന് ഹൈക്കോടതി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയായിരുന്നു നിലവിൽ കേന്ദ്ര സർക്കാർ നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാട്. അതേസമയം തന്നെ നമുക്കറിയാം, പല ഘട്ടങ്ങളിലും ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പരമാവധി CBI അന്വേഷണം വൈകിപ്പിക്കാനുള്ള നീക്കങ്ങളായിരുന്നു നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കഴിഞ്ഞ മാസം 9-ന് സിദ്ധാർത്ഥന്റെ പിതാവും മാതാവും കൂടി ചേർന്ന് മുഖ്യമന്ത്രിയെ കാണുകയും CBI അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. അതിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നത് പോലീസ് അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല, പോലീസ് ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CBIക്ക് ഈ അന്വേഷണം കൈമാറണമെന്ന ആവശ്യമായിരുന്നു പ്രധാനമായും കുടുംബം മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി CBIക്ക് ഈ അന്വേഷണം കൈമാറുന്നതായി പ്രഖ്യാപിക്കുകയും തുടർന്ന് വിജ്ഞാപനം പുറത്തിറക്കുകയും ചെയ്തെങ്കിലും ഇതിന്റെ നടപടികൾ വൈകുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും രേഖകളും ഉൾപ്പെടെ പിന്നീട് പുറത്തു വരികയും ചെയ്തിരുന്നു. ജനൻ ടിവിയാണ് കഴിഞ്ഞ മാസം 26-ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ തുടങ്ങിയത് എന്നത് സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ടത്. ഏതായാലും നടപടികൾ വൈകിയതോടുകൂടി സിദ്ധാർത്ഥന്റെ പിതാവ് വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും ആഭ്യന്തര വകുപ്പിനെ സമീപിക്കാനുള്ള ഒരു നിർദ്ദേശമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിദ്ധാർത്ഥന്റെ പിതാവ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോഴും കൃത്യമായ മറുപടികൾ ലഭിച്ചിരുന്നില്ല. ഇതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ ബന്ധപ്പെടുകയും അദ്ദേഹവുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും പിന്നീട് നടപടികൾ ഊർജിതമായി മുന്നോട്ട് പോയത്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും വിജ്ഞാപനം പുറത്തിറങ്ങിയതിനു ശേഷവും എന്തുകൊണ്ട് ഈ നടപടികൾ വൈകുന്നു എന്ന ചോദ്യമായിരുന്നു പ്രധാനമായും ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ശക്തമായതോടുകൂടിയാണ് 26, 27 തീയതികളിലായി ഈ നടപടികൾ പിന്നീട് സംസ്ഥാന സർക്കാർ ഊർജിതമാക്കിയത്. മാത്രമല്ല 3 ഉദ്യോഗസ്ഥരെ, ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം കൃത്യമായ രേഖകൾ പോലീസ് കൈമാറിയില്ല എന്നതാണ്. ആഭ്യന്തര വകുപ്പിന് കൈമാറേണ്ട രേഖകളുണ്ട്, അന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകൾ, അതുപോലെ തന്നെ പെർഫോമർ റിപ്പോർട്ട് ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പിന് സംസ്ഥാന പോലീസ് മേധാവി കൈമാറണം. പക്ഷേ അക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് പോലും ആ ഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല. പിന്നീട് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായതോടുകൂടിയാണ് അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നിരിക്കുന്നത്. ഇന്ന് അല്പസമയം മുമ്പ് ആഭ്യന്തര സെക്രട്ടറി DGPയോട് വിശദീകരണം തേടിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട പെർഫോമർ റിപ്പോർട്ട് നൽകിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് DGPയോട് ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം തേടിയത്. അതും ഇന്ന് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനം ആരാണ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയത്, അതായത് സർക്കാർ 9-ന് വിജ്ഞാപനം ഇറക്കിയതിനു ശേഷവും അനിശ്ചിതമായി നടപടിക്രമങ്ങൾ വൈകിയതിന് ആരാണ് ഉത്തരവാദി എന്നത് സംബന്ധിച്ച് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു. ഈ വിശദീകരണം ചോദിച്ചതിന് ശേഷമാണ് നിലവിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി DGPയോട് വിശദീകരണം തേടിയിരിക്കുന്നത്. അതിൽ തന്നെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിട്ടും അത് കൈകാര്യം ചെയ്യുന്ന രീതി സർക്കാരിനെ മോശമായി ബാധിച്ചു, സർക്കാരിന്റെ പ്രതിച്ഛായയെ മോശമായി ബാധിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിലൊന്നും നേരത്തെ സംസ്ഥാന പോലീസ് മേധാവിയുടെ വിശദീകരണം തേടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അഖിൽ, രാജീവ്, കാര്യങ്ങൾ വിശദമായിരിക്കുന്നതാണ്. നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെ പോവാം. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന കഴിയുമ്പോഴേക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പൂർണ്ണമായും
തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ന് സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ 86 പത്രികകളാണ് സംസ്ഥാനത്ത് ആകമാനം 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ തള്ളിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പത്രിക തള്ളിയതും ഏറ്റവും കൂടുതൽ പത്രിക സമർപ്പിച്ച തിരുവനന്തപുരത്ത് തന്നെയാണ്. 13 പത്രികകളാണ് ഇന്ന് തള്ളിയിട്ടുള്ളത്. അങ്ങനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 204 സ്ഥാനാർത്ഥികളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്രിക സമർപ്പിച്ച് മാറ്റുരയ്ക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ 86 പേരുടെ പത്രികകൾ തള്ളി. ഇതോടെ നിലവിൽ 204 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കാൻ CSI മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തള്ളി. മതിയായ വിവരങ്ങളില്ലാത്തതിന്റെ പേരിലാണ് ഷെർലി ജോണിന്റെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ 9 പേരുടെ പത്രികകളാണ് ഇന്നത്തെ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. ഇതോടെ മണ്ഡലത്തിൽ 13 സ്ഥാനാർത്ഥികൾ മാത്രമായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സര രംഗത്തുള്ളത് 10 സ്ഥാനാർത്ഥികളാണ്. ആകെ ലഭിച്ച 15 നാമനിർദ്ദേശ പത്രികകളിൽ 5 എണ്ണം തള്ളി. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ഡമ്മി സ്ഥാനാർത്ഥി രമേഷ് കുമാറിന്റെയും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഡമ്മി സ്ഥാനാർത്ഥിയായ അനീഷ് കുമാറിന്റെയും പത്രികകൾ തള്ളി. അതേസമയം VS സുനിൽകുമാറിന്റെ അപര സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിന്റെ പത്രിക സ്വീകരിച്ചു. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളായ തോമസ് ഐസക്കിനോടും ആന്റണിയോടും സത്യവാങ്മൂലത്തിൽ ജില്ലാ കളക്ടർ വ്യക്തത തേടി. വിവാഹിതനാണോ എന്ന കോളത്തിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് തോമസ് ഐസക് എഴുതിയത്. ഇതിനെ UDF ചോദ്യം ചെയ്തതോടെയാണ് വിശദീകരണം തേടിയത്. ആന്റണിയുടെ ഭാര്യയുടെ സ്വത്ത് വിവരങ്ങളിലാണ് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടത്. കോട്ടയത്തും പാലക്കാടും അപരന്മാരുടെ പത്രികകളും കൂട്ടത്തോടെ തള്ളിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. ആ ചൂടിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചൂടും അതിഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്നിന് മിച്ചമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് ചൂടിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അരുൺ ആലത്തൂർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്, അത് നമുക്ക് കാണാം. കരിമ്പനകളുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം കടുക്കുകയാണ്. ആർക്കും കുത്തക അവകാശപ്പെടാൻ കഴിയാത്ത മണ്ഡലം ഇത്തവണ ആർക്കൊപ്പം നിൽക്കും? കഴിഞ്ഞ തവണത്തേതുപോലെ അട്ടിമറികൾ സംഭവിക്കുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ച പാലക്കാട് മണ്ഡലം, അതിൽ 11 തവണ LDFും 6 തവണ UDFും വിജയിച്ചു. എന്നാൽ BJP എന്ന ദേശീയ പാർട്ടി ശക്തി പ്രാപിച്ചതോടെ മത്സര ചിത്രം തന്നെ മാറിമറിഞ്ഞു. മണ്ഡലം ത്രികോണ പോരിലേക്ക് കടന്നു. സംസ്ഥാനത്ത് BJP ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ 2,18,556 വോട്ടാണ് മണ്ഡലത്തിൽ നേടിയത്. അതായത് 21.26%. സംസ്ഥാനത്ത് BJP ആദ്യമായി അധികാരത്തിലേറിയ നഗരസഭ സ്ഥിതി ചെയ്യുന്നത് മണ്ഡലത്തിലാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ നഗരസഭയിൽ തുടർ ഭരണവും BJPക്ക് നേടാൻ കഴിഞ്ഞു. പുറമെ മലമ്പുഴ, അകത്തേത്തറ, പറളി തുടങ്ങി നിരവധി പഞ്ചായത്തുകളിലും ഒറ്റപ്പാലം, ഷൊർണൂർ തുടങ്ങിയ നഗരസഭകളിലുമെല്ലാം BJPയാണ് പ്രധാന പ്രതിപക്ഷം. കൂടാതെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തലനാരിഴയ്ക്കാണ് BJP സ്ഥാനാർത്ഥി E ശ്രീധരനോട് ഏറ്റുമുട്ടി യുവ കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലിനെ വിജയിക്കാനായത്. മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച C കൃഷ്ണകുമാർ മികച്ച പോരാട്ടം കാഴ്ചവെച്ച് 2ാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. കൂടാതെ ഒറ്റപ്പാലം, ഷൊർണൂർ എന്നീ മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ വോട്ട് സമാഹരിച്ചു. ഇത്തവണ വിജയത്തിൽ കുറഞ്ഞതൊന്നും BJPയുടെ മുന്നിൽ ഇല്ല. മണ്ഡലത്തിൽ സുപരിചിതനായ മുൻ നഗരസഭ വൈസ് ചെയർമാൻ കൂടെയായ C കൃഷ്ണകുമാറിനെയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. നഗരസഭ വൈസ് ചെയർമാനായിരുന്ന കാലത്ത് തന്നെ അമൃത് പദ്ധതി ഉൾപ്പെടെ പാലക്കാട് നഗരത്തിൽ നടപ്പിലാക്കി വൻ വികസന വിപ്ലവം സൃഷ്ടിച്ചു എന്ന മഹിമ CKക്ക് ഉണ്ട്. ഒപ്പം നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞാണ് NDA തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.
പിറ്റ് ഗ്രീൻഫീൽഡ് ഹൈവേയും കുതിരാൻ തുരങ്കവും അട്ടപ്പാടിയിലെ വനവാസി മേഖലയിൽ റോഡും ചികിത്സയും ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാർ എത്തിച്ചത് NDA വോട്ടർമാർക്കിടയിൽ ചർച്ചയാക്കുന്നുണ്ട്. വികസിത പാലക്കാട് മോദിയുടെ ഗ്യാരണ്ടി എന്നതാണ് NDAയുടെ മുദ്രാവാക്യം. MP രാജേഷ് എന്ന വൻമരത്തെ വീഴ്ത്തിയ ആത്മവിശ്വാസത്തിലാണ് UDF തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഇത്തവണയും മണ്ഡലം തങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് UDFന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ മിക്ക സർവേകളും 3ാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് പറഞ്ഞിടത്തു നിന്ന് വിജയിക്കാനായ ആത്മവിശ്വാസമാണ് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ മണ്ണാർക്കാടും പാലക്കാടും മാത്രമാണ് UDFന് ഭരണമുള്ളത്. എങ്കിലും മണ്ഡലത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വോട്ട് ഏകീകരിക്കുക വഴി കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാനാകുമെന്ന് UDF കണക്കുകൂട്ടുന്നു. നിരവധി കേന്ദ്ര പദ്ധതികൾ മണ്ഡലത്തിലേക്ക് എത്തിയത് BJP ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തങ്ങളുടെ സമഫലമായാണെന്നാണ് UDFന്റെ വാദം. കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പാലക്കാട് LDFന്റെ ലക്ഷ്യം. കഴിഞ്ഞ തവണ MP രാജേഷിനെ 3ാമതും മത്സരത്തിനിറക്കിയതോടെ മണ്ഡലം കൈവിട്ടു പോയെങ്കിലും ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. നേരത്തെ സ്ഥാനാർത്ഥിയായി നിതിൻ കണിച്ചേരി, സുഭാഷ് ചന്ദ്രബോസ്, ഗോകുൽദാസ് എന്നിവരെ പാർട്ടി പരിഗണിച്ചിരുന്നുവെങ്കിലും മുതിർന്ന നേതാവ് A വിജയരാഘവനെ മത്സരത്തിനിറക്കിയത് വിജയം മുന്നിൽ കണ്ടാണ്. നേരത്തെ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട് എന്നതാണ് വിജയരാഘവന് നറുക്കുവീഴാൻ കാരണം. മണ്ഡലത്തിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും ഭരിക്കുന്നത് തങ്ങളാണെന്നതും മുൻപ് 11 തവണ വിജയിക്കാനായിട്ടുണ്ട് എന്നതുമാണ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. ഒപ്പം ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കങ്ങളും ഇടതുപക്ഷം നടത്തുന്നുണ്ട്. പൊതുവെ കർഷക മണ്ഡലമായ പാലക്കാട് നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധികൾ, വനം വന്യജീവി പ്രശ്നങ്ങൾ, അട്ടപ്പാടി ഉൾപ്പെടെയുള്ള വനവാസി മേഖലകളിൽ വികസന മുരടിപ്പ്, കഞ്ചിക്കോട്ടെ വ്യാവസായിക മേഖലയിലെ പ്രതിസന്ധികൾ, മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാത്തത് തുടങ്ങിയവയെല്ലാം ചർച്ചയാണ്. ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച ഭൂരിപക്ഷം പരിശോധിച്ചാൽ വ്യക്തമാണ് പാലക്കാട് ആരുടെയും കുത്തക മണ്ഡലമല്ലെന്ന്. ഇത്തവണ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കാം. പാലക്കാടൻ ചൂടിൽ ആര് വിജയിച്ചു കയറും എന്നുള്ളത് കാത്തിരുന്നു തന്നെ നമുക്ക് അറിയേണ്ടതാണ്. നമ്മൾ അടുത്ത് പാലക്കാട് നിന്ന് പോകുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷ, അവരുടെ ഉറച്ച കോട്ട എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ്. പക്ഷേ അവിടെ പലതവണ കോൺഗ്രസിന് കാലിടറിയ ചരിത്രവുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ കാലിടറിയ ചരിത്രമൊക്കെ തന്നെ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പോൾ UDFനും LDFനെയും സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസുകൾ നേർക്കുനേറാണ് അവിടെ മത്സരത്തിലുള്ളത്. BDJസിന്റെ NDAയുടെ ഭാഗത്ത് നിന്ന് BDJസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വലിയ രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ ഉണ്ട്. കാരണം KM മാണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ തന്നെ മരണത്തിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം. അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷ എങ്ങനെയാണ്, മുന്നണികളുടെ പ്രതീക്ഷ എങ്ങനെയാണ് എന്നതൊക്കെ നമുക്ക് വിശദമായി സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ അത് പരിശോധിക്കേണ്ടതുണ്ട്. അത് സുധീഷ് ഗോപാൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ഗംഭീരമായ ഒരു വാർത്ത, അത് നമുക്ക് കാണാം. LDFലെയും UDFലെയും പ്രമുഖരെ പരാജയപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള മണ്ഡലമാണ് കോട്ടയം. ഇക്കുറി 3 മുന്നണികളുടെയും ഘടകകക്ഷികൾ ഇവിടെ മത്സരിക്കുമ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് വേദി ഒരുങ്ങുന്നത്. ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ വിജയപ്രതീക്ഷയും അവരുടെ പ്രചരണ പരിപാടികളും നമുക്കൊന്ന് പരിശോധിക്കാം. ജാതി
ജാതിമത സമവാക്യങ്ങളും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും മുന്നണി മാറ്റവും പാർട്ടി ചിഹ്നവും എല്ലാം ചർച്ചയാകുന്ന കോട്ടയത്ത് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. UDFനെ പ്രതിനിധീകരിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗമായ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജും LDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എം അംഗം തോമസ് ചാഴിക്കാടനും NDAയിൽ നിന്ന് BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയുമാണ് മത്സരിക്കുന്നത്. മൂന്ന് മുന്നണികളുടെയും ആദ്യഘട്ട പ്രചരണം അവസാനിച്ചു കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ മണ്ഡല പര്യടനം ഊർജിതമാക്കാനാണ് മുന്നണികൾ ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ കോട്ടയം MP ആയ തോമസ് ചാഴിക്കാടൻ UDF സ്ഥാനാർത്ഥിയായാണ് കോട്ടയത്ത് വിജയിച്ചതെങ്കിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിലേക്ക് കൂടുമാറിയതോടെയാണ് ഇക്കുറി ചാഴിക്കാടൻ ഇടതുപാളയത്തിൽ നിന്ന് മത്സരത്തിനെത്തുന്നത്. സന്ദേശവും ഉപദേശവും നാടിനോടൊപ്പം നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന ആ അദ്ദേഹത്തിൻ്റെ ഉപദേശം ശിരസ വഹിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 33 വർഷക്കാലവും ഞാൻ മുമ്പോട്ട് പോയത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ലോക്സഭാ അംഗമെന്ന നിലയിൽ തന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നും കേന്ദ്ര സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഇടതുമുന്നണിക്ക് അനുകൂലമാകുമെന്നും ചാഴിക്കാടൻ പ്രതീക്ഷിക്കുന്നു. വോട്ടർമാരുടെ എല്ലാ ആവശ്യങ്ങളിലും ഞാൻ ഉണ്ടായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും, യാതൊരു സംശയവും വേണ്ട. കൺവെൻഷനുകൾ പൂർത്തിയാക്കി മണ്ഡല പര്യടനത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്. വളരെ വലിയ ആത്മവിശ്വാസം UDFനുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി UDF വിജയിക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം പൊതുവിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളോടും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളോടും വളരെ തീവ്രമായിട്ടുള്ളൊരു എതിർപ്പ് ജനങ്ങളിൽ എവിടെ ചെന്നാലും നമുക്ക് കാണാനായിട്ട് കഴിയും. കേരളം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്ക വരുന്നു വന്നിട്ടുണ്ട്. പൊതുവിതരണ സമ്പ്രദായം തന്നെ തകർന്ന സ്ഥിതിയാണ്. വിദ്യാഭ്യാസ രംഗം, ഏത് മേഖല എടുത്താലും ഇതെല്ലാം വലിയ പ്രതിഷേധം ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങളൊരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ആ മാറ്റം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി UDF തിരിച്ചു വരിക എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിനുള്ള താക്കീതാകും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലമെന്നും മണ്ഡലത്തിന്റെ വികസന മുരടിപ്പ് പ്രചരണത്തിലുടനീളം വോട്ടർമാർ ചൂണ്ടിക്കാട്ടുന്നുവെന്നും UDFനെ പിന്തുണച്ച മണ്ഡലം LDFിലെത്തിച്ച രാഷ്ട്രീയത്തിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും ഫ്രാൻസിസ് ജോർജ് അഭിപ്രായപ്പെട്ടു. തങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആൾ പാതി വഴിയിൽ ഞങ്ങളുടെ കൂടെ നിന്നും മാറിപ്പോയി എന്നുള്ള ആ ഒരു വലിയ പ്രതിഷേധം, അത് ഒരു രോഷാഗ്നി പോലെ നമുക്ക് കാണാനായിട്ട് കഴിയും. എവിടെ ചെന്ന് ചോദിച്ച ആൾ പറഞ്ഞു അത് അദ്ദേഹം ഞങ്ങളെ വഞ്ചിച്ചു പോയ ആളല്ലേ എന്നുള്ള രീതിയിലാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ, അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ UDFന് അനുകൂലമായിട്ടാണ് വരുന്നത്. ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായി വിലയിരുത്തിയാൽ ഞങ്ങൾക്കുണ്ടാകുന്ന അനുഭവം എന്താണെന്ന് വെച്ചാൽ വളരെ രഹസ്യമായി ഈ ഇടതുപക്ഷ പ്രവർത്തകർ പോലും അടുത്ത് വന്ന് 100% ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെതിരെ ഗവൺമെൻറ്റിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള വികാരമാണ് എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് വലിയ ഒരു വികാരമാണല്ലോ. കോട്ടയത്തെ മത്സരഫലം സംബന്ധിച്ച് 100% ആത്മവിശ്വാസത്തോടെയാണ് NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രചരണം. ചിട്ടയാർന്ന പ്രചരണ പ്രവർത്തനങ്ങളും മോദി സർക്കാരിനുള്ള ജനപിന്തുണയും ഗുണം ചെയ്യുമെന്നും തുഷാർ പ്രതീക്ഷിക്കുന്നു. അവിടെ ചെന്ന സ്ഥലങ്ങളിലെല്ലാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഇവിടുത്തെ MPമാരും ഇവിടുത്തെ പ്രത്യേകിച്ച് കോട്ടയത്തിന് വേണ്ടി ഡെവലപ്മെന്റിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ പറയുണ്ടായത്. അതുപോലെ തന്നെ ഇവിടെ മാറ്റം വേണം. മാത്രമല്ല കേന്ദ്ര സർക്കാരുമായി കൂടി നിൽക്കുന്ന ഒരു MP കോട്ടയത്ത് ഉണ്ടാകേണ്ടതെന്നുള്ള ഒരു അഭിപ്രായമാണ് ബഹുഭൂരിപക്ഷം ആളുകളിൽ നിന്ന് പറയുകയുണ്ടായത്. കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം 400 മുകളിൽ സീറ്റ് കിട്ടി NDA അധികാരത്തിൽ വരുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തുടർ ഭരണം ഉണ്ടാകാൻ വേണ്ടി പോകുന്ന NDAയുടെ MP മത്സരിക്കുന്ന ആൾ ജയിപ്പിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പൊതുവായിട്ടുള്ള ജനവികാരം. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരമാർഗങ്ങൾ തേടിയിരുന്നതായും ടൂറിസം രംഗത്തെയും കാർഷിക മേഖലയുടെയും വികസന കുതിപ്പാണ് ലക്ഷ്യം വെക്കുന്നതെന്നും തുഷാർ പറയുന്നു. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് റബ്ബറാണ്. റബ്ബറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ 250 രൂപയെങ്കിലും വില കിട്ടിയാലേ ആളുകൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും. റബ്ബറിന് വില കുറഞ്ഞു പോയത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലല്ല, അതിന് മുമ്പ് തന്നെ വില കുറഞ്ഞു പോയതാണ്. അതിന് മുമ്പുണ്ടായിരുന്ന അവരുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും MPമാർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല.
കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുകയും അതിനുശേഷം വന്നിട്ടുള്ള ചേഞ്ചസ് ജനങ്ങളിൽ ഇവിടെ നേരിട്ട് അവിടെ അനുഭവിക്കുന്നതാണ്. അതുപോലെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ടൂറിസമാണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് എന്തൊക്കെ കിട്ടാൻ കഴിയുമോ അതിവിടെ കൊണ്ടുവരുവാനും, അത് മാത്രമല്ല ഈ കോട്ടയം നഗരത്തെ കേരളത്തിൽ തന്നെ ഒരു മാതൃകാ നഗരമാക്കി എനിക്ക് മാറ്റാൻ കഴിയും ഞാനിവിടെ ജയിച്ച് MP ആയി വന്നാൽ. കോട്ടയത്ത് 3 മുന്നണികളും 3 സ്ഥാനാർത്ഥികളും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. വികസനവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തലും കാർഷിക മേഖലയിലെ പ്രശ്നവും എല്ലാം ചർച്ചയാകുന്ന ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് വിജയം ആർക്കൊപ്പമെന്നത് പ്രവചനാതീതമാണ്. ക്യാമറാമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കോട്ടയം. പിളരും തോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ് രാഷ്ട്രീയവും അതുപോലെ തന്നെ റബ്ബറിന്റെ രാഷ്ട്രീയവും ഒക്കെ തന്നെ നന്നായി കോട്ടയത്തെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും കോട്ടയത്തെ അതിഗംഭീരമായ തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ് എന്നാണ് നമുക്ക് വാർത്ത കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് കാസർഗോഡേക്കാണ്. സപ്തസംഗമ ഭൂമിയായ കാസർഗോഡിൽ നിന്നും അവിടുത്തെ NDA സ്ഥാനാർത്ഥി നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മാത്രം ചോദിച്ച് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ MP ആയാൽ വലിയ സമഗ്രമായ വികസനം കോഴിക്കോട് ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കുമെന്നാണ് അശ്വിനി ജനം TVയോട് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെ ആരോഗ്യ മേഖലയാണ്. അവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടക്കം നടപ്പിലാക്കും എന്നും അശ്വിനി പറഞ്ഞിട്ടുണ്ട്. അരുൺ കൊടുങ്കുമാരുമായി അശ്വിനി സംസാരിച്ചത് നമുക്ക് കാണാം. എന്തായാലും സ്ഥാനാർത്ഥികളൊക്കെ പ്രചരണത്തിന്റെ തിരക്കിലേക്കാണ്. ചൂടാണ്, പക്ഷേ സ്ഥാനാർത്ഥികളെ ഒന്നും ആ ചൂട് ബാധിക്കാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അശ്വിനിയാണ് നമുക്ക് ഒപ്പം ഉള്ളത്. എന്തായാലും പ്രചരണത്തിന്റെ ഇടയിലാണ്, നമുക്കറിയാം വലിയ ചൂടുണ്ട്. ഈ ചൂടൊക്കെ എങ്ങനെയാ പ്രചരണത്തെ എങ്ങനെയാ ബാധിക്കുന്നുണ്ട്? എങ്ങനെയാണ് ചൂട്? അങ്ങനെ ഒന്നും ബാധിക്കുന്നില്ല. നമ്മൾ രാവിലെ അതിലേക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. രാവിലെ എണിച്ചപ്പാട് ഫ്രഷ് ആയ പിന്നെ ടെൻഡർ കോക്കനട്ട് കുടിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ലെമൺ ജ്യൂസ് ഉണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമേ കുടിക്കും, എവിടെ ഇത് കുടിക്കുന്നില്ല, ജ്യൂസ് കുടിക്കാറില്ല. ഇവിടെ ചായ അങ്ങനെ പോയിടത്തല്ല ഹോട്ടായിട്ടുള്ള ഡ്രിങ്ക് ആണ് എടുക്കും. അതേപോലെ ഫുഡ് ഒഴിവാക്കാം, കുറച്ച് ലിമിറ്റേഷൻ ആയിട്ടുള്ള. പിന്നെ കട്ട് ഫ്രൂട്ട്സ് കഴിക്കും ഇടയ്ക്കിടയ്ക്ക്. അതിലും വലിയ തെരഞ്ഞെടുപ്പ് ചൂടാണ്, അതുകൊണ്ട് ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. അതന്നെ എന്റെ ആ ഒരു ചൂടിൽ ഇതൊരു ചൂടായിട്ട് തോന്നില്ല. ബിക്കോസ് എവറി ടൈം വി ആർ ഇൻ ദ ഫീൽഡ്, വി ആർ ഇൻ ദ ഗ്രൗണ്ട്. മോർണിംഗ് 6 o'clock 7 o'clock ഇറങ്ങി കഴിഞ്ഞെങ്കിൽ നൈറ്റ് 10 o'clock 11 o'clock എല്ലാം ആവുന്നുണ്ട്. സോ ഇടയ്ക്കും പോലും ബ്രേക്ക് എടുക്കാറില്ല. ആഫ്റ്റർനൂൺ ഫുഡ് കഴിച്ച ശേഷം ഒരു half an hour ആണ് ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്നുള്ളത്. പിന്നെ നമ്മൾ പ്രചരണത്തെ ഇടലാണ്. അപ്പോൾ അതൊരു ബാധ്യതയായിട്ട് കണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് അടുക്കാറാകുന്നു, പ്രചരണ പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു. ഈ നമുക്ക് ഓരോ ആളുകളുടെ അടുത്ത് എത്തുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതീക്ഷകൾ അല്ലെങ്കിൽ ആ ഊർജ്ജം അതെങ്ങനെയാണ് പങ്കുവെക്കാൻ കഴിയുക? നല്ല പ്രതീക്ഷയാണ്. ബിക്കോസ് ഈവൻ ദേ വോണ്ട് സംതിങ് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി. അവർക്കും മടുത്തിട്ടുണ്ട്, മാറി ഭരിച്ചിട്ടുള്ള ഗവൺമെന്റിന് മടുത്തിട്ടുണ്ട് അവർക്കും പോലും. സോ ദേ നീഡ്, പബ്ലിക് നീഡ് ചേഞ്ചസ്. അപ്പൊ അത് കാണുന്നുണ്ട്. എനിക്ക് ഇടയിൽ പോയിട്ടാകുമ്പോൾ അവരൊരു സ്വീകരണമായിട്ടുണ്ടാവും, നമ്മൾ അവിടെ പോയിട്ടാകുമ്പോൾ അവരൊരു മുഖത്തുള്ള ഹാവഭാവമായിട്ടുണ്ടാവും. എന്തോ ഒരു മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്ന് അവരൊരു വെയിറ്റിംഗില് നമുക്കത് നല്ല രീതിയായ എക്സ്പീരിയൻസ് ആകുന്നുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി അത്തരത്തിലുള്ള ഒരു ടാഗ് ലൈനോടെ മുന്നോട്ട് പോകുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അതൊക്കെ തന്നെ ഒരു ഗുണമായി മാറുന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ അല്ലേ? അതന്നെ, തീർച്ചയായിട്ടും. ബിക്കോസ് നരേന്ദ്രമോദിജി പറഞ്ഞിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് പ്രോമിസ് കൊടുത്തിട്ട് ബ്രേക്ക് ആയിട്ടില്ല. ഏതെല്ലാം പ്രോമിസ് കൊടുത്തിട്ടുണ്ടായോ അതെല്ലാം ഇപ്പൊ നടപ്പിലാക്കിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടാവട്ടെ, യൂത്ത്സ് വേണ്ടി ആവട്ടെ, കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് നിരവധി സ്കീംസ് കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. ഓരോരോ വീട്ടിൽ മിനിമം ഓരോരോ ബെനിഫിഷ്യറീസ് ഉണ്ട്. അധികം ബെനിഫിഷ്യറീസ് ഉണ്ട്, പക്ഷെ മിനിമം ആയിട്ട് ഓരോരോ ബെനിഫിഷ്യറീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം മോദിജി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. സോ ഇതെല്ലാം നമ്മൾ കൊണ്ടുപോയിട്ട് മോദിജിയുടെ ഗ്യാരണ്ടി എൻ്റെ ഉറപ്പാണ് എന്ന് പറയുന്ന ഹാഷ്ടാഗിലാണ് നമ്മൾ പ്രചരണം നടക്കുന്നുള്ളത്. തീർച്ചയായും അത് തന്നെയാണ്. ചൂടേറിയ പ്രചരണ വിഷയവുമായി ഓരോ സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ചൂട് കൂടും, അതോടൊപ്പം തന്നെ പ്രചരണ ചൂടും കൂടും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും ഉള്ളത്.
സൂചിപ്പിച്ചതുപോലെയാണ് ഈ ജനാധിപത്യത്തിൽ ഏറ്റവും നല്ലത് ജനഹിതം അറിഞ്ഞു പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞ ഒരു സ്ഥാനാർത്ഥി ഇടപെടുന്നു എന്നതാണ് കാസർഗോഡ് നിന്ന് നമുക്ക് ആ വാർത്ത കാണുമ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. കാരണം കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖല വലിയ പ്രശ്നമാണ്. ഒന്നേ അവിടെ മംഗലാപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണം, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകണം. അവിടെ ആരോഗ്യ പ്രശ്നം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാക്കുന്നത്. എന്തായാലും വലിയ തെരഞ്ഞെടുപ്പ് വാർത്തകളുണ്ട്, സമഗ്രമായ തെരഞ്ഞെടുപ്പ് വാർത്തകളുണ്ട്. ആ വാർത്താവിശേഷങ്ങളുമായി ജനം ടിവിയുടെ മഹാഭാരതം നിങ്ങളിലേക്ക് എത്തും നാളെ ഇതേ സമയം. എന്തായാലും എല്ലാവർക്കും ശുഭരാത്രി നേർന്നു. നന്ദി, നമസ്തേ.